അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, 3ാം ക്ലാസ്സിലെ അഖീദ ഇന്നത്തെ പരീക്ഷ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റിന് യോജിച്ചവ ചേർക്കാം. 5 ക്വസ്റ്റ്യനാണുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തത് ഈമാൻ കാര്യങ്ങൾ. അത് എത്ര എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ 1ാം ക്ലാസ് മുതൽ തന്നെ ഇത് പഠിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹു ഒരുവനാണ്. 3 അന്നപാനീയങ്ങൾ ആവശ്യമില്ല മലക്കുകൾക്ക്. 4 കിതാബുകൾ 4 ആണ്. 5 ഏടുകൾ 100 ആണ്. വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ഓപ്ഷൻസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 ഇവയുടെ ഭാഷ എഴുതാം. ഇവിടെ കൊടുത്തിട്ടുള്ള കിതാബിൻ്റെ ഭാഷ എഴുതാം. അപ്പോൾ 4 കിതാബുകൾ നമ്മൾ പേജ് നമ്പർ 9 പാഠം 3 നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കിതാബുകളുടെ ഭാഷയാണ് ഇവിടെ എഴുതേണ്ടത്. അതിൽ 2 കിതാബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇഞ്ചീൽ. ഇഞ്ചീലിൻ്റെ ഭാഷ സുരിയാനി, സിറിയക്. തൗറാത്തിൻ്റെ ഭാഷ ഹീബ്രു അല്ലെങ്കിൽ ഇബ്രാനി എന്ന് പറയും. തൗറാത്തിൻ്റെ ഭാഷ ഇബ്രാനി, ഹീബ്രു. പിന്നെ ഇഞ്ചീലിൻ്റെ ഭാഷ സുരിയാനി, സിറിയക്. അടുത്ത ക്വസ്റ്റിന് പൂർത്തിയാക്കാം എന്ന രീതിയിലാണ് വരുന്നത്. അതായത് പൂരിപ്പിക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ കിതാബിലുള്ളത് പോലെ ആശയം ചോരാത്ത രീതിയിൽ പൂർത്തിയാക്കി കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റിന് അൻബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ. അപ്പോൾ പേജ് നമ്പർ 13 അതായത് പാഠം 5 അത് പറയുന്നുണ്ട്. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉണ്ടോ? അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റിന് അള്ളാഹു 1,24,000 ഉത്തരം അതേ പാഠത്തിൽ തന്നെ അള്ളാഹു 1,24,000 നബിമാരെ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതാം. അടുത്ത ക്വസ്റ്റിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും പേജ് നമ്പർ 15 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പാഠത്തിൽ പാഠം 6 ആണ് കേട്ടോ. അവിടെ ഈ ഒരു ഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. നിയോഗിക്കപ്പെട്ടവരാണെന്ന് അവിടെ എഴുതി കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യന് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ അതായത് കിതാബുകളിൽ 4 കിതാബുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. അപ്പോൾ ഈ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പൂരിപ്പിച്ചു കൊടുക്കുക. അത് പാഠം 4 അൽ ഫുർഖാനിൽ ഖുർആനിൻ്റെ പാഠത്തിൽ ആദ്യത്തെ ലൈനിൽ തന്നെ അതിന് ആൻസർ ഉണ്ട്. അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആനാകുന്നു. ഇതാണ് അതിൻ്റെ ആയത്ത്. അപ്പോൾ പരിശുദ്ധ ഖുർആനാകുന്നു എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ കിതാബിലുള്ളത് അതേപോലെ എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ ആശയം ചോരാത്ത രീതിയിൽ, ഉത്തരം തെറ്റാത്ത രീതിയിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് നമുക്ക് കിട്ടേണ്ടതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിന് ഖബർ ഒന്നുകിൽ സ്വർഗ്ഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ പേജ് നമ്പർ 17 അൽ ഖബർ എന്നുള്ള പാഠത്തിൽ പാഠം 7 ആണ് കേട്ടോ. അവിടെ ഈ ഭാഗത്ത് കാണാം ഖബർ ഒന്നുകിൽ സ്വർഗ്ഗത്തോപ്പായിരിക്കും. ഇത് ക്വസ്റ്റ്യനിലുണ്ട്. അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നരകക്കുണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് 4ാമത്തെ സെക്ഷനാണ്. ഉത്തരം എഴുതാം. ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ആൻസർ നമ്മൾ എഴുതി കൊടുക്കാം. 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുള്ള സെക്ഷന്. ഒന്നാമത്തെ ചോദ്യം, മരണശേഷം ചോദ്യം ചെയ്യുന്ന 2 മലക്കുകളുടെ പേരെന്ത്? നമുക്കൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതാണ്. മുൻകർ നക്കീർ അലൈഹിമുസ്സലാം. പേജ് നമ്പർ ഇപ്പോഴത്തെ ഖബർ എന്ന പാഠത്തിൽ തന്നെ പേജ് നമ്പർ 17 തന്നെ അത് പറയുന്നുണ്ട്. മാത്രമല്ല 2ാമത്തെ പാഠത്തിലും മലക്കളുടെ പാഠത്തിൽ അതും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കൾ അല്ലേ. അപ്പോൾ ഒരു മയ്യത്ത് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ മറമാടപ്പെട്ടാൽ മുൻകർ നക്കീർ അലൈഹിമുസ്സലാം എന്ന 2 മലക്കൾ അവനോട് പല കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ മലക്കളുടെ പേര് മാത്രമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ. ഓക്കെ, ഇനി 2ാമത്തെ ചോദ്യം, ഈ ലോകവും അതിലുള്ളതും നശിക്കുന്നത് എപ്പോഴാണ്? വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ഇസ്രാഫിൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാഹത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. അതിൻ്റെ ഉത്തരം നമുക്ക് പാഠം 8 അൽയോമിൽ ആഖിർ എന്നുള്ളത് എന്ന പാഠത്തിൽ കാണാം. ഒരു നാൾ ഈ ലോകവും അതിലുള്ളതും എല്ലാം നശിക്കും. ഇസ്രാഫിൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാഹത്തിൽ ഊതുമ്പോഴാണ് അത് സംഭവിക്കുക. ഇത് മൊത്തത്തിൽ എഴുതുന്നു വേണ്ട. ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹത്തിൽ ഊതുമ്പോൾ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നാളെ മഹ്ശറിൽ നന്മ കൂടിയവർക്ക് ലഭിക്കും എന്ത്? നന്മ കൂടിയവർക്ക് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിക്കും അല്ലേ. അത് പറയുന്നത് പേജ് നമ്പർ 19 പാഠം 8 തന്നെയാണ്. ഈ പാരഗ്രാഫിൽ അതിൽ ഉത്തരമുണ്ട്. അമലുകളെല്ലാം മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും. നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലവും. അപ്പോൾ എന്താണ് നന്മ കൂടിയവർക്ക് എന്താ കിട്ടുക? അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് എഴുതിയാൽ മതി. തക്ക പ്രതിഫലം കിട്ടും. ഓക്കെ, തിന്മ കൂടിയവർക്ക് അർഹമായ ശിക്ഷയും നൽകപ്പെടും. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? നന്മ കൂടിയവർക്ക്
അതിൻ്റെ പ്രതിഫലം കിട്ടും, ലഭിക്കും, തക്ക പ്രതിഫലം. ഇതാണ് അതിൻ്റെ ഉത്തരം. അത് ആ പാരഗ്രാഫ് കംപ്ലീറ്റ് എഴുതണമെന്നില്ല. നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലം അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കും എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ. നാലാമത്തത്, നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്നു. എന്തുകൊണ്ട്? നമ്മൾ പല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ കാര്യങ്ങളൊന്നും നടന്നുകൊള്ളണമെന്നില്ല. നമ്മളെ കിനാവുകൾ പോലെ, ലക്ഷ്യങ്ങൾ, നമ്മളെ പ്രതീക്ഷകൾ പോലെ എന്താക്കണമെന്നില്ല, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നു കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണത്? അത് അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട്. അത് നമ്മൾ മാഷാ അള്ളാഹ് എന്നുള്ള പാഠത്തിൽ കാര്യം പഠിക്കുന്നുണ്ട്. പാഠം 10 ഇവിടെ നോക്കിയാൽ, നാം പല കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിക്കാറുണ്ട്, അതിൽ പലതും നടക്കാതിരിക്കലില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നടക്കാത്തതിൻ്റെ കാരണം എന്താ? അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട്, അള്ളാഹു തീരുമാനിക്കാത്തത് കൊണ്ട്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, അള്ളാഹു സ്വർഗത്തിൽ എന്തെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? അല്ലാഹു തആല സ്വർഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ അത് കിതാബിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ ആൻസർ കിതാബ് തന്നെ കൊടുത്തിട്ടുണ്ട്. പാഠം 9 അൽ ജന്നത്ത് വന്നാർ എന്നുള്ള പാഠത്തിൽ അവസാന ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം, ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഈ പാരഗ്രാഫ് മുഴുവൻ അവിടെ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ അത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇതിന് ആശയം ചോരാത്ത രീതിയിൽ നമ്മൾ എഴുതി കൊടുത്താൽ അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ, ഇൻഷാ അല്ലാഹ്. അടുത്തത് പൂരിപ്പിക്കാം. 6 മാർക്കിനാണ് ഈ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഓരോന്നിനും 2 മാർക്ക് വീതം കിട്ടും നമുക്ക്. അപ്പോൾ ഒന്നാമത്തത് തവക്കൽ അലാ ഡാഷ് ലാ യമൂത്ത്. രണ്ടാമത്തത് കൊല്ലൻ യുസീബന ഇല്ലാമാ ഡാഷ് അല്ലാഹു ലനാ. പിന്നെ ഒമാ അർസൽനാക ഡാഷ് റഹ്മത്തലിൽ ആലമീൻ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉസ്താദുമാർ ടീച്ചേഴ്സൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പിന്നെ പ്രാക്ടീസ് കൊടുത്ത ഭാഗങ്ങളാണ് ക്ലാസ്സിൽ തന്നെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം. തവക്കൽ അലാ ഡാഷ് ലാ യമൂത്ത്. ഇത് പേജ് നമ്പർ 23 അവസാനത്തെ പാഠത്തിൽ, പാഠം 10 മാഷാ അല്ലാഹ് എന്നുള്ള പാഠത്തിൽ അവസാനം ബോക്സിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. തവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഉത്തരം എഴുതേണ്ടത്? അലൽ ഹയ്യില്ലദീ, ഹയ്യില്ലദീ എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്തത് കൊല്ലൻ യുസീബന ഇല്ലാ മാ ഡാഷ് അല്ലാഹു ലനാ. അത് ഈ പാഠത്ത് തന്നെയാണുള്ളത്. ഇവിടെ കണ്ടോ, കൊല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അപ്പോൾ ഇല്ലാ മാ കതബ എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. കുറച്ചെങ്കിലും നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ആൻസർ ചെയ്യാൻ കഴിയും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒമാ അർസൽനാക ഡാഷ് റഹ്മത്തലിൽ ആലമീൻ. നമ്മൾ നബിദിനത്തിനോ എല്ലാത്തപ്പോഴൊക്കെ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു ആയത്താണിത്. പാഠം 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പ്രത്യേകം പ്രതിപാദിക്കുന്ന പാഠമുണ്ടല്ലോ, പാഠം 6 അതിൻ്റെ 2nd പേജിലാണ് ഈ ഒരു ആയത്തുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തലിൽ ആലമീൻ. ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി? ഒമാ അർസൽനാക ഇല്ല എന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, ഒമാ അർസൽനാക ഇല്ല, ഈ ഇല്ല എന്ന് മാത്രം ഇവിടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്താൽ 2 മാർക്കാണ്. അപ്പോൾ അത് കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്തത് ക്രമത്തിൽ എഴുതാം എന്നുള്ളതാണ്. ക്രമത്തിലാക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ക്രമത്തിലാക്കാം എന്നാണ് വേണ്ടത്. അപ്പോൾ അത് എന്താണ്? ഒരു ബൈത്താണ്. നമ്മൾ കിതാബിൽ 1ാമത്തെ പാഠത്തിൽ പഠിച്ച ഈമാൻ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്ന ബൈത്താണ് അതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുത്തുബി വ റസൂലി വയോമിൽ തഹ്റുക. ഇതാണ് അവിടെ ക്രമത്തിലാക്കാൻ കൊടുത്തിട്ടുള്ള അതിൻ്റെ ആൻസർ. ഓക്കെ. അപ്പോൾ ഈ പാട്ട് ഇതേപോലെ ആദ്യത്തെ 2 വരെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താക്കാം, അത് എഴുതാം. പിന്നെ 7ാമത്തത് താഴെ പറയപ്പെട്ട ചുമതലകളുള്ള മലക്കുകളുടെ പേര് എഴുതാം. അപ്പോൾ ഇവിടെ കുറേ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ജോലിയും ചെയ്യുന്ന മലക്ക് ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സ്വർഗം കാക്കുന്ന മലക്ക്. പേജ് നമ്പർ 7 മലക്കുകളുടെ ചുമതലകളും അത് ചെയ്യുന്ന മലക്കുകളുടെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേര് റിദ്വാൻ അലൈഹിസ്സലാം. ഇനി അടുത്തത് ഏത് മലക്ക? അൻബിയ മുർസലുകൾക്ക് വഹി എത്തിച്ച് കൊടുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, കാരണം താരീഖിലും ഒക്കത്തിലും നമ്മൾ വഹീനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ വഹീൻ്റെ മലക്ക് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ നേതാവായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരുപാട് തവണ കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അൻബിയ മുർസലുകൾക്ക് വഹി എത്തിച്ച് കൊടുക്കുന്ന മലക്കാണ്. ഇത് താരീഖിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. 3ാമത്തത് റൂഹുകളെ പിടിക്കൽ. റൂഹുകളെ പിടിക്കുന്ന മലക്ക് ഏതാണ് എന്നുള്ളതാണ്. അപ്പം റൂഹുകളെ പിടിക്കുന്ന മലക്ക് ഏതാ? അസ്രായീൽ അലൈഹിസ്സലാം റൂഹുകളെ പിടിക്കുന്ന മലക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷാ പേപ്പറിലുള്ള ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചതുപോലെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത പ്രാവശ്യം ശരിയാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പഠിച്ചതുപോലെ പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ ഉടനീളം അല്ലാഹുവിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തത്തോടു കൂടി ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും നമുക്കല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.